റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ബെവ്കോ LD ക്ലർക്ക് റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾ പ്രത്യക്ഷ സമരത്തിലേക്ക്. റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം നൽകുന്നില്ലെന്ന് ആരോപിച്ച് നാളെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിക്കും. 2024 ഫെബ്രുവരിയിലേതാണ് 1619 പേരുള്ള മെയിൻ ലിസ്റ്റ് PSC പ്രസിദ്ധീകരിച്ചത്. അതിൽ നിന്ന് 201 പേർക്കാണ് ഇതുവരെ നിയമന ഉത്തരവ് നൽകിയിരിക്കുന്നത്. 1619-ൽ 201 പേർക്ക് മാത്രം. പുതിയ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ലെന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. അവരുടെ പ്രതികരണം ഒന്ന് കേൾക്കാം. ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ ഒട്ടും തന്നെ നിയമനമില്ല. കാരണം 102 NJD ആണ് നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്നത്. അതിൽ തന്നെ 282 സാങ്ഷൻ സ്ട്രെങ്ത്തിൽ 50% റിസർവേഷൻ കൊടുത്തു. ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ ആരെങ്കിലും റിസൈൻ ചെയ്താലോ റിലീവ് ചെയ്താലോ ആ വേക്കൻസി നമുക്ക് കിട്ടത്തില്ല. അതേപോലെ പുതിയ ഫ്രഷ് വേക്കൻസി ഒന്നും തരുന്നില്ല. ഇതുവരെ 200 സംതിങ് ആണ് നിയമനം നടന്നത്. അതിൽ തന്നെ 78 പേര് മാത്രമാണ് അതിൽ ജോയിൻ ചെയ്തത്. ബാക്കിയെല്ലാം NJD ആണ്. ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റിലേക്ക് പുതിയ നിയമനം നടത്തണം. നിലവിൽ ഈ ഡെപ്യൂട്ടേഷനും അതേപോലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി ആവശ്യമില്ലാതെ ആൾക്കാരെ എടുക്കുകയാണ്. നിലവിൽ ഒരുപാട് വേക്കൻസി ഉണ്ട്, എന്നിട്ട് പോലും നമുക്ക് നിയമനം തരുന്നില്ല. അതാണ് നമ്മൾ നേടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഞങ്ങൾ ഏപ്രിൽ 2-ാം തീയതി ഒരു സ്ട്രൈക്ക് നടത്താൻ തീരുമാനിച്ചതാണ്. ഏകദിന സ്ട്രൈക്കാണ്. അതേപോലെ അവിടെ നിന്ന് നമ്മൾ ബെവ്കോ ഹെഡ് ഓഫീസിൻ്റെ ഫ്രണ്ടിലും പോകുന്നുണ്ട്. TV പ്രസാദിന്റെ കൂടുതൽ വിവരങ്ങളുമായി. TV പ്രസാദ്, 1600 പേരിൽ 201 പേർക്ക് മാത്രമാണ് നിയമനം. അതായത് 8-1 എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്ര മാത്രമേ നിയമനം നടന്നിട്ടുള്ളൂ. വിദ്യാർത്ഥികൾ ശക്തമായ പ്രതിഷേധത്തിലാണോ? അവരെവിടെ എങ്ങനെ പ്രതിഷേധിക്കാനാണ് തീരുമാനം? അരുൺ, നാളെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്താനാണ് ബെവ്കോ LD ക്ലർക്ക് റാങ്ക് ലിസ്റ്റിലുള്ളവർ ആലോചിക്കുന്നത്. നാളെ സമരം നടത്തി സർക്കാരിൽ നിന്ന് അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ പിന്നീട് അനിശ്ചിതകാല സമരത്തിലേക്ക് ഉൾപ്പെടെ പോകും എന്നാണ് ബെവ്കോ റാങ്ക് ഹോൾഡേഴ്സിന്റെ നേതാക്കൾ നമ്മളോട് പറയുന്നത്. അരുൺ, ഈ 1600 പേരുള്ള മെയിൻ ലിസ്റ്റിൽ നിന്ന് 201 പേർക്കാണ് നിയമന ശുപാർശ നേരത്തെ അരുൺ പറഞ്ഞതുപോലെ കൊടുത്തത്. പക്ഷേ ആ 201-ലും ഉണ്ട് കാര്യം. അത് നേരത്തെ ഉണ്ടായ റാങ്ക് പട്ടികയിൽ ജോയിൻ ചെയ്യാതെ വന്ന ഒഴിവുകളിലാണ് 201 എന്ന് പറയുന്നത്. അതായത് ഫ്രഷ് വേക്കൻസി അല്ല. നമുക്കറിയാവുന്നതുപോലെ ഇപ്പൊ സമീപകാലത്ത് തന്നെ ഏതാണ്ട് 21 ഔട്ട്ലെറ്റുകൾ പുതുതായി തുടങ്ങിയിട്ടുണ്ട്. 60-70 ഔട്ട്ലെറ്റ് പുതുതായി തുടങ്ങണമെന്ന ശുപാർശ അത് സർക്കാരിന് മുന്നിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇവരെ ആരെയും പരിഗണിക്കുന്നില്ല എന്ന ഗുരുതരമായ വിഷയം നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. നമുക്കറിയാവുന്നതുപോലെ ബെവ്കോയിൽ ശമ്പളം കൂടുതലാണ്. ഒപ്പം വലിയ തോതിൽ ഇൻസെന്റീവും കമ്മീഷനുകളും ഒക്കെ കിട്ടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ്. അതുകൊണ്ട് ഡെപ്യൂട്ടേഷൻകാർക്ക് വലിയ താല്പര്യമുള്ള ഒരു ഡിപ്പാർട്ട്മെന്റാണ് ബെവ്കോ എന്ന് പറയുന്നത്. അങ്ങനെ ഡെപ്യൂട്ടേഷൻകാര് കണ്ടമാനം വരുന്നു. അബ്കാരി ജീവനക്കാരെ സ്ഥിരം നിയമനം, അവരുടെ മക്കളെ സ്ഥിരം നിയമനം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മൾ നേരത്തെ തന്നെ കൊടുത്തിട്ടുള്ളതാണ്. അവരും കൂടി ഈ പോസ്റ്റിലേക്ക് വരികയാണെങ്കിൽ ഈ റാങ്ക് ലിസ്റ്റ് തന്നെ പ്രതിസന്ധിയിലായി പോകും എന്നുള്ളതാണ് അരുൺ. നേരത്തെ 2014 നോട്ടിഫിക്കേഷൻ ഇറങ്ങിയതിനു ശേഷം 2020-ലാണ് ഇതിനു മുമ്പുള്ള ലിസ്റ്റ് ഉണ്ടായത്. ആ ലിസ്റ്റിൽ ഏതാണ്ട് 3000 പേർക്ക് നിയമന ശുപാർശ കൊടുത്ത് അതിൽ 1900 പേർ മാത്രമാണ് ജോയിൻ ചെയ്തത്. കാരണം ആ വർഷത്തിനിടയിൽ അവർക്ക് പല ജോലി കിട്ടിപ്പോയി. അങ്ങനെ വന്ന വലിയ ഒഴിവുണ്ട്. ഈ 1900-ൽ തന്നെ വലിയൊരു വിഭാഗം മറ്റ് ജോലികൾ കിട്ടിപ്പോയി. ആ ഒഴിവിൽ മാത്രമാണ് ഇപ്പോൾ നിലവിൽ പ്രവേശനം കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ നാളെ സമരത്തിനിറങ്ങുന്നു. തുടർ സമരം ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്.